ഇന്നൊരു നാടൻ പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. പണ്ട് സ്കൂൾ വിട്ട് വരുന്ന പല വൈകുന്നേരങ്ങളിലും എൻ്റെ അമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഇത്. അന്ന് ഇതിനൊന്നും അത്ര വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം കാരണം അന്ന് ഉണ്ടാക്കി തരാൻ അമ്മ ഉണ്ടായിരുന്നത് കൊണ്ടാവാം. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണോ എന്തോ ഇന്നിതിനോടൊക്കെ ഭയങ്കര കൊതിയാണ്. പക്ഷേ നമ്മൾ എത്ര നന്നായിട്ട് ഉണ്ടാക്കിയാലും അമ്മമാരുണ്ടാക്കുന്നതിൻ്റെ രുചിയുടെ 7 അയലത്ത് വരത്തില്ലല്ലോ. അപ്പോൾ ഒരു പാനിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒന്ന് അരിച്ചൊഴിച്ച് കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പം ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ടേ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടതും കൂടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര ഒരുപാട് അങ്ങ് വറ്റി പോകണ്ട, ചെറുതായിട്ടങ്ങ് നീര് പോലെ നിന്നോട്ടെ. ഇനി അതങ്ങ് മാറ്റി വെച്ചിട്ടേ ഒരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടേ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്നും അല്ല കേട്ടോ, അതിലും കുറച്ച് ലൂസായിട്ട്, അല്ലെങ്കിൽ നല്ല കുഴകുഴാന്ന് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കത്തില്ലേ, ആ ഒരു പരുവത്തിൽ തന്നെ നമുക്കിതങ്ങ് കുഴച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒരു വാഴയില കഷ്ണം ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന മാവായതുകൊണ്ട് തന്നെ കൈ ഒന്ന് ചെറുതായിട്ട് നനച്ചിട്ട് വാഴയിലേക്ക് കുറച്ച് മാവെടുത്ത് വെച്ചിട്ട് ഇതങ്ങ് പരത്തി കൊടുക്കാം. എത്രത്തോളം കനം കുറച്ച് പരത്താവോ അത്രത്തോളം കനം കുറച്ചങ്ങ് പരത്തണേ. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ശർക്കരയും തേങ്ങയുടെയും മിക്സില്ലേ, അതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവേ, എല്ലായിടത്തും വരുന്ന രീതിക്ക്. ഇനി നമുക്ക് ഇതങ്ങ് മടക്കിയെടുക്കണം. പകുതി വെച്ചിട്ട് ഈ വാഴയില അങ്ങ് മടക്കിയെടുക്കാം. ഇനി ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിലേക്ക് തിരിച്ചും മറിച്ചും 2 എണ്ണം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വശം ഒന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിതങ്ങ് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ വാഴയിലയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നേ. ഇതുപോലെ 2 or 3 തവണ ഒന്ന് തിരിച്ചിട്ട് വേവിച്ചോളൂ കേട്ടോ. ഈ വാഴയില ഒന്ന് കരിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ പണ്ട് അടുപ്പിൽ വെച്ചുണ്ടാക്കി തന്ന ടേസ്റ്റൊന്നും ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചുണ്ടാക്കിയാൽ കിട്ടില്ല കേട്ടോ. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഗോതമ്പ് ഓട്ടട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് തിന്നാലോ. അപ്പോൾ ദേ ഇല ഇങ്ങനെ അങ്ങ് പൊളിച്ച് മാറ്റിയിട്ട് ഈ അട അങ്ങ് എടുക്കണം. കണ്ടോ ശർക്കരയൊക്കെ പുറത്തേക്ക് ഒഴുകി വന്ന് ആ ചൂടടിച്ച് അതൊക്കെ ഒന്ന് ഉരുകി ഒന്ന് കരിഞ്ഞ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ ഇതിൽ നിന്ന് ശർക്കര ഇങ്ങനെ ഒഴുകി വരുന്ന കണ്ടോ. അപ്പോൾ നിങ്ങൾക്കിതുപോലെ ഓർമ്മകളുണ്ടോ, ഇഷ്ടമാണോ ഇതെന്നൊക്കെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ